രണ്ട് രാഷ്ട്രങ്ങളോടും അമേരിക്ക സംസാരിച്ചു. മാർക്കോ റൂബിയോ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി സംസാരിച്ചു. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും സംസാരിച്ചു. ഡി എസ്കലേഷന് നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഇന്ത്യയെ സംബന്ധിക്കുന്ന പൊസിഷൻ ഇന്ത്യ വളരെ കണക്ക് കൂട്ടിയുള്ള മെഷേർഡ് ആയിട്ടുള്ള അളന്നു കുറിച്ചുള്ള മറുപടിയാണ് പാകിസ്ഥാന് കൊടുത്തിട്ടുള്ളത്. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടായാൽ ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളതാണ് ഇക്കാര്യത്തിലെ ഇന്ത്യൻ പൊസിഷൻ. അപ്പോൾ പാകിസ്ഥാൻ ഈ കാര്യത്തിൽ നല്ല സമീപനം സ്വീകരിക്കുകയാണ് എങ്കിൽ, കിട്ടിയത് മതി എന്ന് തീരുമാനിച്ചാൽ ഈ പ്രശ്നം കഴിയും എന്ന നിലപാട് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. ഡി എസ്കലേഷന് വേണ്ടിയുള്ള ശ്രമങ്ങൾ വിവിധ ലോക രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുമുണ്ട്. വിവിധ ഭാഗങ്ങളിൽ നിന്ന്, പാകിസ്ഥാൻ്റെ ഭാഗങ്ങളിൽ നിന്ന് അവിടങ്ങളിലൊക്കെ ബ്ലാക്ക് ഔട്ട് ഉണ്ടായതിന് പാകിസ്ഥാൻ എല്ലാ അവരുടെ എയർപോർട്ടുകളും അടച്ചിരിക്കുകയാണ്. ഇസ്ലാമാബാദ് അടക്കം. ഇസ്ലാമാബാദിൽ തന്നെ ഇന്ന് ആക്രമണങ്ങളുണ്ടായി. പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ 20 കിലോമീറ്റർ പരിസരത്ത് പോലും സ്ഫോടന ശബ്ദങ്ങൾ ഉണ്ടാകുന്ന വിധത്തിൽ അത്രമേൽ പാകിസ്ഥാനെ അസ്ഥിരമാക്കുന്ന വിധത്തിൽ വ്യോമാക്രമണങ്ങൾ പാകിസ്ഥാന്റെ നഗരങ്ങളിൽ ഉണ്ടായി എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. അതേസമയം ലൈൻ ഓഫ് കൺട്രോളിൽ, നിയന്ത്രണ രേഖയിൽ കനത്ത ഷെല്ലിംഗ് ആണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇന്ത്യ യുക്തമായി തിരിച്ചടിച്ചു. ഒരു വേള പാക് അധീന കാശ്മീരിലേക്ക് കനത്ത ഷെല്ലിംഗ് ഇന്ത്യൻ കരസേന നടത്തുകയും ചെയ്തു. പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗത്തേക്ക് സാംബ സെക്ടർ വഴി ഭീകരവാദികളെ നുഴഞ്ഞു കയറ്റാൻ ശ്രമിച്ചു. അത് ഇന്ത്യ പരാജയപ്പെടുത്തി. നുഴഞ്ഞു കയറാൻ വന്ന ഭീകരവാദികളെ വകവരുത്തുകയുണ്ടായി. ക്രോസ് ബോർഡർ ഫയറിംഗിൽ ഇന്ത്യ കനത്ത തിരിച്ചടിയാണ് പാകിസ്ഥാന് നൽകിയത്. ഉറി സെക്ടറിലെ സാധാരണക്കാരെ, സിവിലിയന്മാരെ ലക്ഷ്യമിട്ടാണ് കനത്ത ഷെല്ലാക്രമണം നടത്തിയത് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന്. അതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാന്റെ 4 വിമാനങ്ങൾ തകർന്നു വീണു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനം F-16 ആണ്. അമേരിക്കൻ നിർമ്മിതമായ F-16 ആണ്. പാകിസ്ഥാന്റെ ആയുധ ശേഖരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സൈനിക അസറ്റുകളിൽ ഒന്നാണ് അമേരിക്കൻ നിർമ്മിതമായ F-16 ഇന്ത്യയിൽ തകർന്നു വീണു എന്ന് മാത്രമല്ല, പാകിസ്ഥാൻ വൈമാനികർ ഇന്ത്യയിൽ പിടിയിലായിട്ടുണ്ട്. അവരുടെ വേറെ ബോർഡ്സ്, അവർ എവിടെ, എന്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ അടുത്ത ദിവസങ്ങളിൽ വരുമെന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ ചൈനീസ് നിർമ്മിതമായ JF-17, പാകിസ്ഥാന്റെ 2 JF-17 നഷ്ടമായെന്നത് പാകിസ്ഥാൻ തന്നെ സംബന്ധിച്ച കാര്യമാണ്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് കനത്ത നഷ്ടമുണ്ടായിരിക്കുന്നു. അവരുടെ F-16 ഫ്ലൈറ്റുകൾ നഷ്ടമാകുന്നു. F-16 പോർ വിമാനങ്ങളും JF-17 പോർ വിമാനങ്ങളും പാകിസ്ഥാൻ നഷ്ടമാകുന്നു. അവരുടെ വൈമാനികർ BSFന്റെ പിടിയിലാവുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ച ഒരു രാത്രിയാണ്. ഇതിൽ ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് ഏറ്റവും ആകാംക്ഷ നിറഞ്ഞ കാര്യം. അനന്തകൃഷ്ണൻ തുടരുന്നുണ്ട്. അനന്തൻ, ഇന്ന് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചെന്ന് നമ്മൾ പറയുമ്പോഴും ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളത് വളരെ വളരെ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. പാകിസ്ഥാൻ ഒരു പ്രകോപനം, അതിന് 10 ഇരട്ടിയായി മറുപടി. അപ്പോൾ ഇനി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രകോപനം ഉണ്ടായില്ലെങ്കിൽ, ഒരുപക്ഷെ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ചർച്ച നടക്കുന്നുണ്ട്. ഇന്ത്യയുടെ വാർത്താസമ്മേളനം നാളെ രാവിലെ തന്നെ നടക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇനി ഒരു എസ്കലേഷൻ ഉണ്ടായില്ലെങ്കിൽ ഈ വിഷയം അവസാനിക്കുമെന്ന് വിചാരിക്കാം. അഭിലാഷ്, ഇന്ന് പാകിസ്ഥാനിൽ നിന്നുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഒരു ദൃശ്യം വന്നത് പാക് അസംബ്ലിയിൽ താഹിർ ഇക്ബാൽ എന്ന MP പൊട്ടിക്കരയുന്നതാണ്. അവരുടെ ദൗർബല്യം, പാകിസ്ഥാൻ്റെ ദൗർബല്യം എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ആ വിലാപവും ആ വാക്കുകളും. അപ്പോൾ അത്രത്തോളം ദുർബലമായൊരു രാഷ്ട്രമായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു. അപ്പോൾ ഒരു ആക്രമണത്തെ ചെറുത്ത് നിൽക്കാൻ എത്രത്തോളം പാകിസ്ഥാന് കഴിയും എന്നുള്ളത് സംശയകരമാണ്. കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയത് മുതൽ തന്നെ ഇന്ത്യ പല രീതിയിൽ പാകിസ്ഥാന് മറുപടി കൊടുത്തു. പക്ഷേ അതിന് തിരിച്ചടി എന്നോണം പാകിസ്ഥാൻ മുതിർന്നപ്പോഴൊന്നും അതൊരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആയുധപരമായും നയതന്ത്രപരമായും തകർന്നു നിൽക്കുന്ന ഒരു രാഷ്ട്രമായി മാറിയിരിക്കുന്നു പാകിസ്ഥാൻ. അതിനൊപ്പം തന്നെ ആഭ്യന്തര കലാപം കൂടി ഇന്ന് രാത്രിയിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു പാകിസ്ഥാനിൽ എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇനി എന്താണ് പാകിസ്ഥാന്റെ മുന്നിലുള്ള മാർഗം? നാളെ നേരം പുലരുമ്പോൾ പാകിസ്ഥാൻ ലോകത്തിന് മുൻപിൽ പറയാൻ പോകുന്നത് എന്താണ്? ഇനി ഈ സംഘർഷത്തിൽ ഞങ്ങളില്ല എന്നാണോ? അങ്ങനെ പറഞ്ഞാൽ മാത്രമേ ഇന്ത്യ ഇത്തരമൊരു നിലപാടിൽ നിന്ന്, അതായത് ഇങ്ങോട്ട് വന്നാൽ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ശക്തമായ നിലപാടിൽ നിന്ന് ഇന്ത്യക്ക് പിന്നോക്കം പോകാൻ കഴിയൂ. കാരണം ഇന്ത്യ ആ ഒരു നിലപാടെടുത്തുകൊണ്ട് പാകിസ്ഥാന് ശക്തമായ മറുപടിയാണ് ഈ രാത്രിയിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും 2 ആണവ ശക്തികൾ നേർക്കുനേർ നിൽക്കുന്ന ഈ രാത്രിയിൽ ലോകരാഷ്ട്രങ്ങൾ ഇടപെടുക സ്വാഭാവികമാണ്. പക്ഷേ കാര്യമായ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് സംഘർഷം പോയി എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അമേരിക്ക മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നു. ഇന്ത്യയുമായി സംസാരിച്ചു, പാകിസ്ഥാനുമായി സംസാരിച്ചു. അതിനൊപ്പം തന്നെ സൗദി ചില ഇടപെടലുകൾ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഒക്കെ ഉപരി
ഏതെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ഭരണകൂടം ഇപ്പോൾ പാകിസ്ഥാനിലുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അവിടുത്തെ പ്രധാനമന്ത്രിയുടെ വസതി തന്നെ ആക്രമണത്തിന് ഇരയാകുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ, അദ്ദേഹം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറുമ്പോൾ അവിടെ ഒരു ഭരണ തലപ്പത്ത് ആരാണ് നിയന്ത്രണം നടത്തുന്നത്? പാക് പട്ടാളത്തിൻ്റെ തലപ്പത്ത് മാറ്റങ്ങൾ വരുന്നു. അപ്പോൾ പാകിസ്ഥാനിൽ മറ്റ് ചില വാർത്തകൾ കൂടി, പാകിസ്ഥാനിൽ നിന്ന് ഈ ആഭ്യന്തര കലഹത്തിൻ്റെ വാർത്തകൾ കൂടി പുറത്തു വരുന്നു. അപ്പോൾ ഒരു രാഷ്ട്രമെന്ന നിലയിൽ, ഒരു ഭരണകൂടം എന്ന നിലയിൽ ചില തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു ശക്തി, ഒരു ശേഷി അവർക്കിപ്പോൾ ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഏതായാലും വലിയ സംഘർഷത്തിൽ നിന്ന് മാറണമെങ്കിൽ അത് പാകിസ്ഥാൻ എടുക്കുന്ന നിലപാടിന് അനുസൃതമായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി ഒരു പ്രത്യാക്രമണത്തിന്, അല്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ സംഭവിച്ചതിന് മറുപടി എന്നോണം നാളെയും ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ മിസൈലും ഡ്രോണുകളും ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലും കനത്ത പ്രഹരം ഇന്ത്യയിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ള കാര്യം തിരിച്ചറിയുന്ന ഒരു നിമിഷമാണ്. പക്ഷേ അങ്ങനെ അടങ്ങുന്നില്ല പാകിസ്ഥാൻ എന്ന് വ്യക്തമാക്കുന്നതാണ് ജമ്മുവിലെ ചില നീക്കങ്ങൾ. ഇപ്പോഴും അവിടെ ഷെല്ലാക്രമണം നടത്തുന്നു. അതിനൊപ്പം തന്നെ അതിൻ്റെ മറവിൽ ഭീകരന്മാരെ ഇന്ത്യയിലേക്ക് കടത്തിവിടാനുള്ള ശ്രമം പാകിസ്ഥാൻ നടത്തുന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് സാംബയിൽ BSF അവിടെ ആ ഒരു ശ്രമം വിഫലമാക്കി അവിടെ നിരവധി ഭീകരന്മാരെ വകവരുത്തുകയും ചെയ്തു BSF. എങ്കിലും മറ്റ് അതിർത്തി മേഖലകളിലൂടെ ഭീകരന്മാരെ കയറ്റിവിടാനുള്ള ശ്രമം ഈ രാത്രിയിലും പാകിസ്ഥാൻ തുടരുന്നു എന്നുള്ളത് അവർ അടങ്ങുന്നില്ല എന്നതിൻ്റെ സൂചനയാണ്. അങ്ങനെ അടങ്ങാത്തിടത്തോളം ഇന്ത്യയുടെ തിരിച്ചടികൾ ശക്തമായ വരും ദിവസങ്ങളിലും ഉണ്ടാകും തിരിച്ചടികൾ എന്നുള്ള കാര്യം ഉറപ്പാണ്. അവിടെയാണ് ലോകരാഷ്ട്രങ്ങൾ എങ്ങനെ ഇടപെടാൻ പോകുന്നു ഈ പ്രശ്നത്തിൽ എന്നുള്ളത് ശ്രദ്ധേയമാകുന്നത്. അഭിലാഷ്, ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബ്രസീലും നോർവേയും ഡീഎസ്കലേഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒപ്പം ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കുമുള്ള യാത്രകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. കാശ്മീരിലേക്കും പാകിസ്ഥാനിലേക്കും കഴിവതും യാത്രകൾ ഒഴിവാക്കണമെന്ന് പൗരന്മാർക്ക് ബ്രസീൽ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതേസമയം പഞ്ചാബിൽ 3 ദിവസത്തേക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിട്ടുണ്ട്. പഞ്ചാബ് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് എന്ന് മാത്രമല്ല, പഞ്ചാബിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആക്രമണം നടത്താൻ ശ്രമിച്ചിരുന്നു. ആക്രമണം നടത്തിയിട്ടില്ല, ആക്രമണം നടത്താൻ ശ്രമിച്ചിരുന്നു. പത്താൻകോട്ട്, അതുപോലെ തന്നെ ജലന്ധർ അടക്കമുള്ള മേഖലകൾ. അപ്പോൾ പഞ്ചാബ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുന്നു. അതിർത്തി സംസ്ഥാനങ്ങൾ പഞ്ചാബ്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങൾ അതിജാഗ്രതയിലാണ്. അവിടെയുള്ള വിമാനത്താവളങ്ങൾ അടച്ചിട്ടുണ്ട്. എന്ത് ചെയ്യും ഇനി പാകിസ്ഥാൻ? ഡീഎസ്കലേഷന് വേണ്ടി ഇനി എന്താണ് വേണ്ടത്? ഒപ്പം ഇന്ത്യയുടെ നാവികസേന തയ്യാറാണ്, INS വിക്രാന്ത് തയ്യാറാണ്. എന്താണ് ഇനിയുള്ള സ്റ്റെപ്പ് എന്താ എന്നുള്ളത് എനിക്ക് തോന്നുന്നു നാളെ രാവിലെ വരെ നമ്മൾ കാത്തിരിക്കണം. നാളെ രാവിലെ 9 മണിക്കാണ് വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്.